മനുഷ്യനിൽ തലയോട്ടിയിൽ ചലനസ്വാതന്ത്ര്യമുള്ള ഒരേയൊരു എല്ല് ഏത്? കീഴ്ത്താടി എല്ല്. കീഴ്ത്താടി എല്ലാണ് മനുഷ്യനിൽ തലയോട്ടിയിൽ ചലനസ്വാതന്ത്ര്യമുള്ള ഒരേയൊരു എല്ല്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഏറ്റവും ബലമുള്ള എല്ലുകളാണ് കീഴ്ത്താടി എല്ല്. മനുഷ്യ ശരീരത്തെ നേരെ നിർത്തുന്നതിന് സഹായിക്കുന്ന അസ്ഥി ഏത്? നട്ടെല്ല്. നട്ടെല്ലാണ് മനുഷ്യ ശരീരത്തെ നേരെ നിർത്തുന്നതിന് സഹായിക്കുന്ന അസ്ഥി. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അസ്ഥിയാണ് വാരിയെല്ലുകൾ. വാരിയെല്ലുകളാണ് ശ്വാസകോശത്തെ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസാണ് ഏറ്റവും ചെറിയ അസ്ഥി. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തരുണാസ്ഥികൾ. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത് തരുണാസ്ഥികൾ എന്നാണ്. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് അസ്ഥിസന്ധികൾ. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ എന്താണ് പറയുക? അസ്ഥിസന്ധികൾ എന്ന് പറയുന്നു. ഗോളരസന്ധിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള അസ്ഥിയാണ് ഗോളരസന്ധി. ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള, അതായത് തലയോട്ടിയിൽ ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള എല്ല് ഏതായിരുന്നു? കീഴ്ത്താടി എല്ലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള അസ്ഥിയാണ് ഗോളരസന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതാണ് ഗോളരസന്ധി. ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള അസ്ഥിയുമാണ് ഗോളരസന്ധി. എക്സാമ്പിൾ ഏതൊക്കെയാണ്? തോളെല്ല്, ഇടുപ്പെല്ല്. തോളെല്ല്, ഇടുപ്പെല്ല് തുടങ്ങിയവ ഗോളരസന്ധിക്ക് എക്സാമ്പിളുകളാണ്. അസ്ഥികൾ സ്ഥാനം തെറ്റുന്ന അവസ്ഥയ്ക്ക് എന്താ പറയുക? അസ്ഥികൾ സ്ഥാനം തെറ്റുന്ന അവസ്ഥയാണ് സ്ഥാനഭ്രംശം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം. കൈമുട്ട്, കാൽമുട്ട് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? കൈമുട്ട്, കാൽമുട്ട് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് കൈമുട്ട്, കാൽമുട്ട് തുടങ്ങിയവ. കീലസന്ധി എന്നാൽ എന്താണ്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നതിനെ കീലസന്ധി എന്ന് പറയുന്നു. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നതിന് എന്താ പറയുക? കീലസന്ധി എന്നാണ് പറയുന്നത്. കഴുത്ത് കീലസന്ധിക്ക് ഒരു ഉദാഹരണമാണ്. തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലം. തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലം, അതായത് കഴുത്ത്. ഇവിടെ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നുണ്ട്. അതിനെയാണ് കീലസന്ധി എന്ന് പറയുന്നത്. എക്സാമ്പിൾ കഴുത്താണ്. ഗോളരസന്ധി എന്തായിരുന്നു? ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതിനാണ് നമ്മൾ ഗോളരസന്ധി എന്ന് പറഞ്ഞത്. കീലസന്ധി എന്താണ്? കീലസന്ധി എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നതിനാണ് കീലസന്ധി എന്ന് പറയുന്നത്. പ്രായമായവരിൽ അസ്ഥികളുടെ ബലക്ഷയത്തിന് കാരണമാകാറുള്ളത് എന്താണ്? ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്യാറുള്ളതിനാലാണ് പ്രായമായവരിൽ അസ്ഥികളുടെ ബലക്ഷയത്തിന് കാരണം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ. തലയോട്ടിൽ എത്ര അസ്ഥികളാണ്? തലയോട്ടിൽ 22, വാരിയെല്ല് 24, ഓരോ കാലിലും 30, അരക്കെട്ട് 2, 33, നട്ടെല്ല് 33, ഓരോ കൈയിലും 32, മാറെല്ല് 1. തലയോട്ടിൽ 22 അസ്ഥികളാണ്. തലയോട്ടിൽ 22 അസ്ഥികൾ. വാരിയെല്ല് 24, തലയോട്ടിൽ 22, വാരിയെല്ല് 24, ഓരോ കാലിലും 30 വീതം അസ്ഥികൾ. ഓരോ കാലിലും 30 അസ്ഥികൾ. അരക്കെട്ട് 2, നട്ടെല്ല് 33, ഓരോ കൈയിലും 32, ഓരോ കാലിലും 30 ഓരോ കൈയിലും 32 മാറെല്ല് 1. ഒന്നുകൂടി നോക്കാം. തലയോട്ടിൽ 22 അസ്ഥികൾ, വാരിയെല്ല് 24 അസ്ഥികൾ, ഓരോ കാലിലും 30, ഓരോ കൈയിലും 32, അരക്കെട്ട് 2, നട്ടെല്ല് 33, മാറെല്ല് 1. കീഴ്ത്താടി എല്ലാണ് മനുഷ്യനിൽ തലയോട്ടിൽ ചലനസ്വാതന്ത്ര്യമുള്ള ഒരേയൊരു എല്ല്. ഏറ്റവും ബലമുള്ള എല്ലുകളാണ് ഇവ. മനുഷ്യ ശരീരത്തെ നേരെ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന അസ്ഥിയാണ് നട്ടെല്ല്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അസ്ഥിയാണ് വാരിയെല്ലുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തരുണാസ്ഥികൾ എന്നാണ്.
പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് അസ്ഥിസന്ധികൾ. ഗോളരസന്ധിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള അസ്ഥിയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നുണ്ട്. തോളെല്ല്, ഇടുപ്പെല്ല് എന്നിവയാണ് പ്രധാന ഉദാഹരണങ്ങൾ. അസ്ഥികൾ സ്ഥാനം തെറ്റുന്ന അവസ്ഥയാണ് സ്ഥാനഭ്രംശം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. കൈമുട്ട്, കാൽമുട്ട് എന്നിവ വിജാഗിരി സന്ധിക്ക് ഉദാഹരണങ്ങളാണ്. കീലസന്ധി എന്നാൽ എന്താണ്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നതിന് കീലസന്ധി എന്ന് പറയുന്നു. ഉദാഹരണം കഴുത്ത്. പ്രായമായവരിൽ അസ്ഥികളുടെ ബലക്ഷയത്തിന് കാരണം എന്താണ്? ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നുമാണ് ആഗിരണം ചെയ്യുന്നത്. മനുഷ്യശരീരത്തിലെ അസ്ഥികൾ പറയാം: തലയോട് 22, വാരിയെല്ല് 24, ഓരോ കാലിലും 30, ഓരോ കൈയിലും 32, നട്ടെല്ല് 33, അരക്കെട്ട് 2, മാറെല്ല് 1. ഓക്കെ, താങ്ക് യു.